ആന്റണി ജോർജ് കൂടി ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഈ ഒരു സ്ഫോടനമുണ്ടായ ആ ഒരു പ്രദേശം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ ഒരു ജനവാസ മേഖല വല്ലതുമാണോ? കൂടുതൽ ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? തീർച്ചയായും ഈ അപകടത്തിന്റെ വ്യാപ്തി അതിപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. അതിനുള്ളിൽ എത്ര പേരുണ്ട്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് പറയാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ ആളുകൾ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2 തവണയാണ് ഈ പൊട്ടുന്ന ശബ്ദം കേട്ടത്. അത് ഭൂമി കുലുക്കം പോലെ വളരെ വലിയ പ്രകമ്പനമുണ്ടാക്കുന്ന തരത്തിലാണ് ആ ശബ്ദം ഉയർന്നു കേട്ടത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. എത്രയാളുണ്ട് എന്നുള്ളതും കൃത്യമായി ആളുകൾക്ക് അറിയില്ല. 5 പേരെ നിലവിൽ അവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത് ജനവാസ മേഖലയാണ്. പക്ഷേ ഈ പൊട്ടിത്തെറി ഉണ്ടായ ഷെഡ് നിൽക്കുന്നത് ഒരു പാടത്താണ്. ആ ഭാഗത്ത് പിന്നീട് തീ അടക്കം ഇപ്പോഴും കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലേക്കും ഈ പടക്കത്തിൻ്റെ ഇത് തെറിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അമിട്ടടക്കമുള്ള കാര്യങ്ങളാണ് ഈ മുണ്ടത്തിക്കോട്ടെ ഈ സ്ഥലത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അതായത് അവിടെ ഈ കുഴിയമിട്ടടക്കമുള്ള വലിയ പടക്കങ്ങളാണ് അവിടെ നിർമ്മിക്കുന്നത്. ഏതായാലും അതൊരു പാടം പോലെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിലവിൽ നിറച്ചും കരിമരുന്നിൻ്റെതായിട്ടുള്ള ഒരു മണവും അതുപോലെ തന്നെ തീയും പുകയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല നിലവിലും അത് അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പ്രതിസന്ധി ആകുന്നുണ്ട്. അത് അവിടെ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 40ഓളം പേര് അവിടെ ഉണ്ട് എന്നുള്ള ഒരു അവസാന പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആളുകൾക്ക് അതിനടുത്തേക്ക് എത്താനുള്ള ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. കാരണം പുക ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ പടക്കമായതുകൊണ്ട് തന്നെ അത് ഇനിയും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അവിടെ പുല്ലിന് അടക്കം തീ പിടിച്ചേക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട്. അവിടെ ഒരു ഷെഡാണ് നിലവിൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ 2 തവണ ഈ സ്ഫോടന ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. 10 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ, ഇപ്പോൾ 10 മിനിറ്റ് എന്ന് പറയുന്നത് കുറച്ച് മുമ്പാണ്. ഏതാണ്ട് 15 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് ഈ ശബ്ദം അല്ലെങ്കിൽ സ്ഫോടനം നടന്നിട്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും കൂടുതൽ കാഷ്വാലിറ്റി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല. ആ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ 5 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. ആംബുലൻസ് അടക്കം ആ പ്രദേശത്തുണ്ട്. ഫയർഫോഴ്സ്, അഗ്നിരക്ഷാ സേനയടക്കം പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുകയാണ്. ഈ വെടിക്കെട്ട് നിർമ്മാണം, സാമഗ്രികളുടെ നിർമ്മാണം അത് പല കേന്ദ്രങ്ങളിലായാണ് നടക്കുക. പ്രത്യേകിച്ച് ഈ മുണ്ടത്തിക്കോട് അമിട്ടടക്കമുള്ള കാര്യങ്ങളാണ് ഒരുക്കുന്നതെങ്കിൽ മറ്റു കേന്ദ്രത്തിലായിരിക്കും ഈ മറ്റു പടക്കങ്ങളടക്കം ഉണ്ടാക്കുക. അങ്ങനെ പല കേന്ദ്രങ്ങളിലായാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഏതായാലും എന്താണ് അപകട കാരണം, അതിനപ്പുറത്തേക്ക് അതിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. ഏതായാലും ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാ സേന അടക്കം എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റണി, എന്നാലും തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രമാണ്. അതിനാൽ തന്നെ തിരുവമ്പാടി വിഭാഗത്തിന് അതിൻ്റെതായ ഒരു കണക്കുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള വിശദീകരണം എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ ഈ ഒരു നിമിഷം? ലഭിക്കുന്നത് പ്രാഥമിക വിവരം മാത്രമാണ്. 40 പേർക്ക് പരിക്കുണ്ട് എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് നിലവിലുള്ളത്. 5 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കുപറ്റിയ 2 പേർ, അത് പുരുഷന്മാരാണ്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അമിട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന പടക്കങ്ങളാണ്. അത് നമ്മൾ ഈ ഇപ്പോഴത്തെ സ്ക്രീനിൽ കാണുന്നത്, ഇപ്പുറത്തെ ആ ബോക്സിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മുണ്ടത്തിക്കോട്ടെ ആ പടക്ക നിർമ്മാണ ശാലയാണ്. അതിൻ്റെ രാവിലെയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമിട്ടുകൾ, അതുപോലെ തന്നെ മാലപ്പടക്കം, അതുപോലെ തന്നെ അത് തയ്യാറാക്കുന്ന ജോലിക്കാരെ ഒക്കെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുക. നമുക്കറിയാവുന്ന പോലെ ഈ വെടിക്കെട്ടിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുന്നതാണ് കുഴി അമിട്ടുകൾ അല്ലെങ്കിൽ അമിട്ടുകൾ എന്ന് പറയുന്ന ഈ വിഭാഗം എന്ന് പറയുന്നത്. ഭൂമി കുലുക്കി അത് മുകളിൽ പോയി പൊട്ടുന്ന അത്രയും ശക്തമായ വളരെ ഏറ്റവും ശക്തിയേറിയ വെടിക്കെട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കുഴി അമിട്ടുകൾ എന്ന്
പറയുന്നത് അവിടെ ശേഖരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒന്നും രണ്ടുമല്ല 100 കണക്കിന് ഇത്തരത്തിൽ അമിട്ടുകളാണ് അവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വരും അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രശ്നമാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും 40 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോഴും. അതൊരു പ്രാഥമിക വിവരം മാത്രമാണ്. ഈ 40 പേർക്കും പരിക്കേറ്റതായുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 5 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം പ്രദേശവാസികൾ പറയുന്നുണ്ട്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം ഈ പൊട്ടിത്തെറി ഉണ്ടായ ഭാഗത്ത് അത് പ്രത്യേകിച്ച് വലിയ ചൂട് കൂടിയുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വെടിക്കെട്ടിന് വേണ്ടിയുള്ള സാമഗ്രികൾ അത് തയ്യാറാക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടിയാണ് മുണ്ടത്തിക്കോട്ടെ ഈ വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഇനി സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വെടിക്കെട്ടും ഒക്കെ നടക്കാനിരിക്കുകയാണ്. അതിനുള്ള സാമഗ്രികളുടെ തയ്യാറാക്കലാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. കനിവ് 148 ആംബുലൻസുകൾ ഉൾപ്പെടെ കൂടുതൽ ആംബുലൻസുകൾ ആ പ്രദേശത്തേക്ക് ഇപ്പോൾ പോകാനുള്ള നിർദ്ദേശവും കൂടി ആരോഗ്യവകുപ്പിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ലഭിക്കുന്നത് പ്രാഥമികമായ വിവരം മാത്രമാണ്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരമാണ് ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് കുറേ പേരെങ്കിലും പുറത്തേക്ക് എത്തിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. 5 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഈ പടക്കങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പൂർണ്ണമായും നിയന്ത്രണ തീ അല്ലെങ്കിൽ അതിനെ അണച്ച് അത് ഈ സ്ഫോടനത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാതെ അതിനെ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തിലേക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരവും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 8 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റ കൂടുതൽ പേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പലർക്കും പൊള്ളൽ ഏറ്റിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാവുന്നത് ഒരു പാടത്തിന് സമീപമുള്ള പ്രദേശമാണ്. ആ പാടത്തിന് ഭാഗത്ത് ആ ഷെഡ് ഇരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ തീ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടേക്ക് ആളുകൾ പോകുന്നതും വേറെ വഴികൾ കൂടിയൊക്കെ കടന്ന് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യത്തിനപ്പുറത്തേക്ക് അതിൻ്റെ പുറകെയുള്ള വഴിയിലൂടെയൊക്കെ കടന്നാണ് ആളുകളിലെ ആ പ്രദേശത്തേക്ക് എത്തി അവരെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പുക നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രദേശത്ത് വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് അതിനുള്ളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ പുക മൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിനുള്ളിൽ നടന്നേക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ പോകാൻ വേണ്ടി കഴിയൂ. മാത്രമല്ല ഇപ്പോഴും അവിടെ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ 8 പേരെയോളം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 40 പേർക്ക് പരിക്കേറ്റെന്നുള്ള പ്രാഥമിക വിവരമാണ് ഉള്ളത്. അതിൽ 8 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. എന്തായാലും തൃശൂർ വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 40 പേർക്കോളം പരിക്കേറ്റു എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. നിരവധി തൊഴിലാളികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായ സാഹചര്യമാണുള്ളത്. എന്തായാലും ആശുപത്രികളിലെല്ലാം സർവ്വസജ്ജമായിരിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു കേന്ദ്രത്തിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു പുക നിറഞ്ഞ സാഹചര്യമായതിനാൽ തന്നെ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഫയർഫോഴ്സിനടക്കം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യമാണുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ അടക്കം ആ ഒരു കേന്ദ്രത്തിനടുത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ പ്രദേശത്താകെ പുക പടർന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായാലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾക്ക് അപ്പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ആളുകൾ രക്ഷാപ്രവർത്തനം അടക്കം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.
നിരവധി പേരുടെ നില അല്ലെങ്കിൽ 8ഓളം പേരുടെ നില ഗുരുതരമാണ് എന്നൊരു പ്രാഥമിക വിവരം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്നാലും 40ഓളം തൊഴിലാളികൾ ഈ ഒരു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 പേരെ ആശുപത്രിയിൽ അടക്കം മാറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 40ഓളം പ്രാഥമിക വിവരം അനുസരിച്ചാണ് 40ഓളം തൊഴിലാളികൾ ഈ ഒരു സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന കാര്യം വ്യക്തമായിട്ടില്ല. എന്തായാലും ആന്റണി ജിസ്റ്റോർസ് കൂടി ചേരുന്നുണ്ട്. ആന്റണി, ആ ഒരു പ്രദേശത്താകെ ഈ ഒരു പുക പടർന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തടസ്സം നേരിടുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൂടുകാലമാണ്, അതിനാൽ തന്നെ തീ പടരാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എങ്ങനെയാണ് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? നിലവിൽ നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2 വെടിക്കെട്ടിനുള്ള സാമഗ്രികളാണ് അവിടെ ഉള്ളത്. പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ സാമ്പിൾ വെടിക്കെട്ടുണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വെടിക്കെട്ടുണ്ട്, അതിനുശേഷം പകൽപൂരം കഴിഞ്ഞുള്ള വെടിക്കെട്ടുണ്ട്. അത്തരത്തിൽ വെടിക്കെട്ടിനുള്ള നിരവധി സാമഗ്രികൾ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് പോലെ അമിട്ടടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതൊരു ജനവാസ പ്രദേശം കൂടിയാണ്. അവിടെ ഏറ്റവും പ്രധാന പ്രതിസന്ധി ഒന്ന് പുകമൂടി നിൽക്കുന്നു, മാത്രമല്ല പൊട്ടിത്തെറി വീണ്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സിന് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിനടുത്ത കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി ആളുകളെ, അവിടെ ഉണ്ടായിരുന്നവരെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആളുകളെ അവിടെ നിന്ന് എടുത്ത് കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്തിന് പുറകിൽ അതൊരു പാടശേഖരമാണ്. ഈ പറയുന്ന ഈ പൊട്ടിത്തെറി ഉണ്ടായ ഷെഡ് അടക്കം നിന്നിരുന്നത് ഒരു പാടശേഖരമാണ്. ആ പാടശേഖരത്തിന്റെ പുറകുവശത്തുകൂടി, അതായത് ഈ ഷെഡ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്തിന്റെ പുറകുവശത്തുകൂടി എത്തിയാണ് ആളുകളെ, അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന ആളുകളെ എത്തിക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ്. പ്രദേശത്തെ ചില്ലുകളടക്കം തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആളുകളടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ 40 പേരിൽ കുറച്ചു പേരെ, ഏതാണ്ട് 10ഓളം പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ എത്തി അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ ഗുരുതരമായ പൊള്ളൽ പലർക്കും ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അല്പസമയം മുമ്പ് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആളുടെ ഒരു അവസ്ഥയൊക്കെ വളരെ ഒരു പ്രതിസന്ധിയാണ്. മാത്രമല്ല ഇപ്പോഴും തീ നിൽക്കുന്ന സാഹചര്യവും കൂടി അവിടെ ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ തീ ഇപ്പോഴും നിൽക്കുന്നു. ആ തീ പൂർണ്ണമായും കെടുത്തുവാനായി നിലവിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, ഈ പുക ഉയരുന്നതും മാത്രമല്ല അവിടെ നിൽക്കുന്ന പടക്കത്തിന്റെ ഒരു സാഹചര്യവും കൂടി വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം അത് എപ്പോൾ അതൊരു അപകടമായി ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഈ സ്ഫോടനം ഉണ്ടായതിനു ശേഷം വീണ്ടും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്നുള്ളതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. ഏതായാലും ഇതിനിടയിലും രക്ഷാപ്രവർത്തനം അതിന്റെ ഏറ്റവും പരമാവധി നിലയിൽ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ പുക അതുപോലെ തന്നെ ആ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതായാലും ഇപ്പോൾ 10ഓളം പേരെ നിലവിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 8ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരവും കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഈ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. പല ഭാഗങ്ങളിലൂടെ എത്തി രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 100 കണക്കിന് അമിട്ടുകൾ അടക്കമാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അണയ്ക്കുക അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഏതായാലും അതിനുള്ള ശ്രമവും ഇപ്പോൾ അഗ്നിരക്ഷാസേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, തൃശ്ശൂർ പൂരത്തിന് 5 ദിവസം മാത്രം അവശേഷിക്കെ ഉണ്ടായിട്ടുള്ള ഈ വലിയ സ്ഫോടനവും ഈ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയും വലിയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് തൃശ്ശൂർ ജില്ലയെ മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. ഇതിനു മുൻപ് തൃശ്ശൂർ പൂരവുമായി ഉണ്ടായിട്ടുള്ള വെടിക്കെട്ട് ദുരന്തങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമാനമായിട്ടുള്ള ദുരന്തങ്ങളുടെ സ്മരണയും ഒരു ഭാഗത്തുണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള കൊടും ചൂടിൻ്റെ ഇടയിലാണ് ഈ